ദുബായ് നഗരത്തിൽ താമസിക്കുന്നവർ, വാഹനം ഓടിക്കുന്നവർ സങ്കടത്തോടുകൂടി കേൾക്കുന്ന വാർത്ത. 2 ടോൾ ഗേറ്റുകൾ കൂടി നഗരത്തിൽ വരികയാണ്. നിലവിൽ ടോൾ ഗേറ്റ് ഇല്ലാത്ത ഭാഗങ്ങളിൽ ഒന്ന് അൽഖൈൽ റോഡിൽ ടോൾ ഗേറ്റ് ഇല്ല. അവിടെ നിന്നും ബിസിനസ് ബേ ക്രോസിംഗിലേക്ക് വരുന്ന ഭാഗത്ത് ടോൾ ഗേറ്റ് വരുന്നു. മറ്റൊന്ന് അൽസഫ, അത് ഷെയ്ഖ് സായിദ് റോഡ് അൽസഫ സൗത്തിലാണ് വരാൻ പോകുന്നത്. ഇങ്ങനെ 2 ടോൾ ഗേറ്റുകൾ കൂടി വരുന്നു. അൽസഫയിൽ അൽ മൈദാൻ സ്ട്രീറ്റിലേക്കും അതോടൊപ്പം തന്നെ അൽഷീഫ് സ്ട്രീറ്റിലേക്കും തിരിയുന്നതിൻ്റെ ഇടയ്ക്കായിട്ടാണ് ഈ പുതിയ ടോൾ ഗേറ്റ് വരുന്നത്. അൽസഫയിലെ ടോൾ ഗേറ്റിൻ്റെ ഒരു പ്രത്യേകത, അവിടെ നോർത്തിൽ തന്നെ ഒരു ടോൾ ഗേറ്റ് ഉള്ളതുകൊണ്ട് അൽസഫ നോർത്തിനും സൗത്തിനും ഇടയിലൂടെ വാഹനങ്ങൾ 1 മണിക്കൂറിന് ഇടയിലാണ് കടന്നു പോകുന്നതെങ്കിൽ സ്വാഭാവികമായും ഏതെങ്കിലും ഒരു ടോൾ ഗേറ്റിൽ പണം ഈടാക്കുകയുള്ളൂ. പക്ഷേ വാഹനം കടന്നു പോകാൻ 1 മണിക്കൂറിലധികം സമയമെടുക്കുന്നുണ്ടെങ്കിൽ 2 ടോൾ ഗേറ്റിലും പണം ഈടാക്കുമെന്ന് ടോൾ കമ്പനി അറിയിക്കുന്നുണ്ട്. ദുബായ് ടോൾ കമ്പനി അറിയിക്കുന്നുണ്ട്. അടുത്ത നവംബറോട് കൂടിയായിരിക്കും ഈ ടോൾ ഗേറ്റുകൾ പ്രവർത്തനം ആരംഭിക്കുക എന്നും അറിയിപ്പിൽ പറയുന്നുണ്ട്. പ്രധാന ലക്ഷ്യം ഈ മേഖലകളിൽ ഏറ്റവും അധികം വാഹനത്തിരക്കുള്ള സ്ഥലമാണ്. അവിടെ വാഹനത്തിരക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. 15% വാഹനത്തിരക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്ന് RTA വിശദീകരിക്കുന്നുണ്ട്. നിലവിൽ 8 ടോൾ ബൂത്തുകളാണ്, 8 ടോൾ ഗേറ്റുകളാണ് ദുബായ് നഗരത്തിൽ ഉള്ളത്. ഗർഹൂദ്, അൽബർഷ, മംസാറിലെ 2 അടക്കം അങ്ങനെ 8 ടോൾ ഗേറ്റുകളാണ് ദുബായിലുള്ളത്. അത് 10 വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. നവംബറോട് കൂടിയായിരിക്കും ഈ ടോൾ ഗേറ്റുകളുടെ, ടോൾ ബൂത്തുകളുടെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുക. ഏറ്റവും അവസാനം നഗരത്തിലൊരു സാലിഗേറ്റ് വന്നത് 2018 അത് ജബലലിയിലാണ് വന്നത്. ഏതായാലും നഗരത്തിലെ സാലിക്കുകളുടെ എണ്ണം ഇനി 10 വർദ്ധിക്കുകയാണ്. ദുബായിൽ നിന്നും മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.